ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ വചനം തിരുവചനം ശുശ്രൂഷയിൽ ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനമാണ്. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. ഒരുപാട് അർത്ഥങ്ങളുള്ള വളരെ മനോഹരമായ ഒരു വചനഭാഗമാണിത്. സ്തോത്രഗീതം പാപിക്ക് ഒരു വിധത്തിലും ചേരുകയില്ല, ഇണങ്ങുകയില്ല. അഥവാ അവൻ സ്തോത്രം ആലപിച്ചാലും അത് സ്തോത്രമാകത്തില്ല. അവൻ സ്തുതിച്ചാൽ അത് സ്തുതിയാകത്തില്ല. അവൻ നന്ദി കരയറ്റിയാൽ അത് നന്ദി ആവില്ല. അവൻ ആരാധന അർപ്പിച്ചാൽ അത് ആരാധനയായിട്ട് ദൈവം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ദൈവഹിതത്തിനനുസരിച്ച് ക്രമപ്പെടുത്തണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മനുഷ്യ സൃഷ്ടിക്ക് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവം നടത്തിയ മറ്റൊരു സൃഷ്ടിയാണ് മാലാഖമാരുടെ സൃഷ്ടി. അപ്പോൾ നമുക്കറിയാം ദൈവം മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. കോടി 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 വർഷങ്ങൾക്ക് മുമ്പ് മാലാഖമാരാരുമില്ല, മനുഷ്യരാരുമില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ദൈവം മാത്രം, ഗോഡ് ഓൾമൈറ്റി, സർവശക്തനായ ദൈവം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ, ഞാൻ ആദിയും അന്ത്യവുമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തുടക്കവുമില്ല ഒടുക്കവുമില്ല. എന്നെ സൃഷ്ടിച്ചതല്ല, ഞാൻ അനാദിയിലെ ഉള്ള സർവശക്തനായ ദൈവമാണ്. ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ, ഞാൻ ആദിയും അന്ത്യവുമാണ്. ഈ ദൈവം മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന മനുഷ്യ സൃഷ്ടിക്കു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്വപ്നം ദൈവം പതുക്കെ പതുക്കെ നിവർത്തിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ വിവാഹം കഴിച്ച് ഏതാണ്ടൊരു 3 വർഷം കഴിയുന്ന ദമ്പതിമാരെ കണ്ടാൽ കാണാം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ അവർ ആശുപത്രികളിൽ മാറി മാറി പോയി ഡോക്ടർമാരെ കാണുന്നത് കാണാം. കാര്യം അവർക്ക് ആഗ്രഹമാണ് കുഞ്ഞിനെ കിട്ടുന്നത്. അതുകൊണ്ട് അവർ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞുങ്ങളെന്ന് ചോദിച്ചാൽ അവർ പറയും അങ്ങനല്ല, ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണ്, പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ഒരുമിച്ചങ്ങോട്ട് ഒഴുക്കി ഞങ്ങൾക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കണം. ഇതുപോലെ നമ്മൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ അങ്ങേക്ക് എന്തിനാണ് കുഞ്ഞുങ്ങൾ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നതാണല്ലോ ദൈവിക കൂട്ടായ്മ. അതൊന്നായി തീർന്ന ഒരു കൂട്ടായ്മയല്ലേ ശരിക്കും? അപ്പോൾ ദൈവം പറയാണ്, പോരാ, ഞങ്ങളുടെ സ്നേഹം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളിലേക്ക് ഒഴുക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിൽ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന, മക്കളെന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം ദൈവത്തിൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിന് തുടക്കമായിട്ട് ദൈവം മാലാഖമാരെ സൃഷ്ടിക്കുകയാണ്. മാലാഖമാരെ സൃഷ്ടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു, മനുഷ്യരായ നമുക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള സേവക ആത്മാക്കളാണ് ശരിക്കും പറഞ്ഞാൽ മാലാഖമാർ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ തോബിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാം, അവിടെ കൊച്ചു തോബിയാസിൻ്റെ കൂടെയും സാറായുടെ കൂടെയൊക്കെ മാലാഖ ശരിക്കും കടന്നു വന്ന് ശുശ്രൂഷ തന്നെ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് കാവൽ ദൂതന്മാരുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും നമ്മളെ ശുശ്രൂഷിക്കാനും കൂടെയാണ് ദൈവം മാലാഖമാരെ സൃഷ്ടിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാലാഖമാരുടെ ആവശ്യമൊന്നുമില്ല ദൈവത്തിന്. പക്ഷേ ദൈവം സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ മാലാഖമാരെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ദൈവത്തെ തൊട്ടടുത്ത് നിന്ന് കണ്ടു കഴിയുന്ന മാലാഖമാർ ദൈവം പോലും പറയാതെ ആവശ്യപ്പെടാതെ ചെയ്ത ഒരു കാര്യമാണ് ആരാധന. നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മിടുമിടുക്കനായ ഒരു കളിക്കാരൻ ഒരു 5-6 സിക്സർ അങ്ങോട്ട് അടുപ്പിച്ചടിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ ക്രിക്കറ്റ് പ്രേമികൾക്കെല്ലാം കൂടെ ആരാധന മൂക്കുകയാണ്. പിന്നീട് അവൻ്റെ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുന്നു. അവൻ്റെ ഒരു 4 സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെല്ലാം അവൻ്റെ ഫോട്ടോ കൊണ്ടാണ് ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. അവരുടെ എല്ലാ മുറികളിലെല്ലാം ഈ താരത്തിൻ്റെ ഫോട്ടോയായി. ഇതെല്ലാ മേഖലയിലും കാണാം. കലാകായിക രംഗങ്ങളിൽ വളരെയധികം പ്രാഗൽഭ്യം തെളിയിക്കുന്നവരെ മനുഷ്യൻ ആരാധിക്കുന്നത് പോലെ തോന്നുകയാണ്. അറിയാതെ വരുന്നൊരു കാര്യമാണ്. വല്ലാത്തൊരു ബഹുമാനവും അടുപ്പമൊക്കെ തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വല്ലാത്തൊരു മഹത്തരമായ രൂപമാണ് ആരാധന. അതായത് മാലാഖമാർ ദൈവത്തെ അടുത്ത് നിന്ന് കണ്ടിട്ട് അവരിങ്ങനെ അറിയാതെ ഇങ്ങനെ പറയുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ടിട്ട്, ദൈവത്തിൻ്റെ പ്രകാശം കണ്ടിട്ട്, ദൈവത്തിൻ്റെ ശക്തി കണ്ടിട്ട് അവരറിയാതെ അത്ഭുതപ്പെട്ടിട്ട്
ഓ വി വോർഷിപ്പ് യു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് മാലാഖമാർ സ്വർഗത്ത് ആരാധന ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് മാലാഖമാരുടെ ആരാധന സ്വർഗത്തുണ്ടാകുന്നത്. അവർ ചിറകുകൾ കൊണ്ട് മുഖം മറയ്ക്കുന്നു. യെശയ്യാ 6 നമുക്ക് കാണാം. അവർ പറക്കുന്നു, അവർ ദൈവത്തെ ആരാധിക്കുന്നു. പരിശുദ്ധൻ 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 എന്ന് അവർ ഉച്ചരിക്കുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ. അങ്ങനെ സ്വർഗം മുഴുവൻ ആരാധനയുടെ ഒരു വലിയ മനോഹരമായ ഒരു അന്തരീക്ഷം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ആദ്യത്തെ കരട് വന്ന് വീഴുന്നത്. ആരാധന നയിച്ചുകൊണ്ടിരുന്നത് വലിയൊരു ആരാധനാ വീരനാണ്. ആരാധനാ വീരൻ്റെ പേരാണ് ലൂസിഫർ. ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം ലൈറ്റ് കാരിയർ എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ട് നടക്കുന്നവൻ എന്നാണ് അർത്ഥം. ദൈവം ഇവനെയാണ് ആരാധന ഏൽപ്പിച്ചിരുന്നത്. ദൈവം ഇവനെയാണ് കീബോർഡ് വായിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. ദൈവം ഇവനെയാണ് പാട്ട് പാടുന്നത് നയിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, മനോഹരമായിട്ട് പാട്ട് പാടുകയും മനോഹരമായിട്ട് സംഗീത ഉപകരണങ്ങളൊക്കെ വായിക്കുകയൊക്കെ ചെയ്തോ എന്തോ ആയിക്കോട്ടെ, ആരാധന നയിച്ചിരുന്ന അതീവ സുന്ദരനും ശക്തമായ അഭിഷിക്തനും ഉണ്ടായിരുന്ന മാലാഖമാരുടെ ഏറ്റവും പ്രഗത്ഭനായ ഈ തലവൻ, ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ട ആരാധന നയിച്ചവൻ ഒരു ദിവസം തോന്നുകയാണ്, എന്താണ് എനിക്കൊരു കുറവ്? എനിക്ക് ആരാധന കിട്ടിയാൽ എന്താണ് കുഴപ്പം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തനിക്ക് ആരാധന വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. തനിക്ക് ആരാധന കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവദൂതന്മാരുടെ 1/3 ഗണത്തെ അവൻ ചാക്കിട്ട് പിടിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയത്തിലെ ചാക്കിട്ട് പിടുത്തം പോലെ 1/3 ഗണത്തെ അവൻ സ്വന്തമാക്കി കൂടെ നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നലെ വരെ ആരാധന നയിച്ചുകൊണ്ടിരുന്ന മാലാഖ ഒരൊറ്റ നിമിഷം ഹൃദയത്തിൽ പാപം ചെയ്ത് ദൈവമാകാൻ ആഗ്രഹിച്ചപ്പോൾ, അഹങ്കാരിയായി മാറിയപ്പോൾ, പിന്നീട് അവൻ ആരാധിക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ്റെ ആരാധന അവിടം കൊണ്ട് നിന്നു. അവൻ്റെ ആരാധന സ്റ്റോപ്പ് ചെയ്തു. അവന് പിന്നീട് പ്രൈസ് യു ജീസസ് എന്ന് പറയാൻ പറ്റുന്നില്ല. ഐ വോർഷിപ്പ് യു എന്ന് പറയാൻ പറ്റുന്നില്ല. ദൈവമേ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറയാൻ അവന് പറ്റുന്നില്ല. അവൻ്റെ ആരാധന അവിടം കൊണ്ട് തീർന്നു. അവൻ്റെ വായി പൂട്ടിക്കെട്ടി. ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, എല്ലാവരും നിന്ന് ആരാധിക്കുമ്പോഴും ധ്യാനം നടക്കുന്ന സമയത്ത് കൈയും കെട്ടി നിൽക്കും. നമ്മൾ സ്നേഹത്തോടെ ചോദിക്കും, ചേട്ടാ എന്തു പറ്റി? ഓ പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് പറ്റുന്നില്ല ബ്രദറെ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഡോക്ടറെ, എന്നെക്കൊണ്ട് പറ്റണില്ല. എല്ലാവരും ആരാധിക്കുമ്പോൾ എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. സ്തോത്രഗീതം പാപി കിണങ്ങുന്നില്ല. പാവം മനുഷ്യനാണ്. അവനെ കെട്ടിയിട്ടിരിക്കുകയാണ് ദൈവത്തെ ആരാധിക്കാൻ സമ്മതിക്കാതെ. കാരണം പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാപം കടന്നു വന്നപ്പോൾ ആരാധന നിന്നുപോയ ഒരു മാലാഖ, അവൻ ഇന്ന് മാലാഖയല്ല, പിശാചാണ്. ആ നിമിഷം മുതൽ അവൻ പിശാചാട്ട് മാറുകയാണ്. പാപം കടന്നു വന്നതോടുകൂടി അവൻ ആരാധിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ആരാധന സ്വീകരിക്കുന്ന പരിപാടി ആരംഭിച്ചു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 4-ലും ലൂക്കാ സുവിശേഷം 4-ലും മരുഭൂമിയിലെ പരീക്ഷയിൽ അവൻ യേശുവിനോട് പറയുന്നുണ്ട്, എന്നെ നീ കുമ്പിട്ട് ആരാധിക്കൂ, നിനക്ക് ഞാനിത് മുഴുവൻ തരാം. കൊതിമൂത്തിരിക്കുകയാണ്. സ്വർഗത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ കൊതിയാണ്. ദൈവത്തിന് കിട്ടുന്ന ആരാധന എനിക്ക് വേണം, അതുകൊണ്ട് നീ എന്നെ ആരാധിക്കൂ. പ്രിയപ്പെട്ടവരെ, 10 പ്രമാണങ്ങൾ യേശു തന്നപ്പോൾ, ദൈവം തന്നപ്പോൾ അതിൽ ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ നീ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ദൈവത്തിന് ഈ അപകടം നന്നായിട്ട് അറിയാം. കാരണം സ്വർഗത്ത് വെച്ച് തന്നെ ദൈവത്തിന് കിട്ടേണ്ടിയിരുന്ന ആരാധന തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച ദുഷ്ടനും ചതിയനുമായ സാത്താൻ മനുഷ്യൻ്റെ ആരാധനയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ള സത്യം ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദൈവമല്ലാത്ത ഒന്നിനെയും നീ ആരാധിക്കാൻ നോക്കരുത്, അതിലൂടെ നിന്റെ ജീവിതത്തിൽ പിശാച് കടന്നു വന്ന് നിന്നെ തകർത്ത് കളയാനുള്ള സകല സാധ്യതയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കൽപ്പന തന്നെ ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം തരുന്നത്. ദൈവത്തിന് നമുക്ക് പറ്റാവുന്ന അപകടം മുൻകൂട്ടി അറിയാവുന്ന സ്വർഗത്തിലെ പിതാവ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തന്ന കൽപ്പനയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ കൽപ്പന. പ്രിയപ്പെട്ടവരെ, പാപം കടന്നു വന്നതോടുകൂടി അവൻ്റെ ആരാധന അവസാനിച്ചു. ഇന്ന് ലോകം മുഴുവൻ ചുറ്റി നടന്ന് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളുമായിട്ട് ഈ പണ്ടത്തെ മാലാഖ, ആരാധന നയിച്ചുകൊണ്ടിരുന്ന മാലാഖ ഇന്ന് ചുറ്റി സഞ്ചരിക്കുന്നു എന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും ഒരു പാഠമാണ്. ആദ്യത്തെ മനുഷ്യനായ ആദത്തെയും ഹൗവയെയും ദൈവം 2 മരങ്ങളുടെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തി. ഒരു മരത്തിൻ്റെ പേര് ജീവൻ്റെ വൃക്ഷം, മറ്റേ വൃക്ഷത്തിൻ്റെ പേര് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ജീവൻ്റെ വൃക്ഷം, ഇതിലേതെങ്കിലും ഒന്ന് ഭക്ഷിക്കാം, മറ്റത് നീ തട്ടിക്കളയണം, കാരണം രണ്ടും കൂടെ പറ്റില്ല.
നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നാൽ നീ മരിക്കും, ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നീ ജീവിക്കും. പ്രിയപ്പെട്ടവർ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിച്ച് നീ ജീവിക്കുക, ദൈവത്തെ തിന്നി ജീവിക്കുക, ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുക, ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക, ദൈവമേ നീ എൻ്റെ സകലതുമാണെന്ന് പറഞ്ഞ് ജീവിക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് ജീവിക്കുക, ദൈവത്തെ ഹൃദയത്തിൻ്റെ നാഥനും കർത്താവുമായിട്ട് കൊണ്ടു നടക്കുക, ദൈവത്തെ നീ ഹൃദയം മുഴുവൻ ആരാധിച്ചു കൊണ്ട് നടക്കുക. അതാണ് ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ അർത്ഥം. ദൈവം നിന്റെ ജീവനായി മാറുന്ന അവസ്ഥ. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ നീ തന്നെ നന്മയും തിന്മയും തീരുമാനിക്കുന്നു. ദൈവത്തിൻ്റെ ആവശ്യമേ നിനക്കില്ല, നീ ദൈവത്തെ ആരാധിക്കേണ്ട, നിനക്ക് തോന്നിവാസം ജീവിക്കാനുള്ള ജീവിതം. ഇതിലേത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാമെന്ന് ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ, ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ മനുഷ്യനായ ആദവും ഹവ്വയും ദൈവാരാധന വിട്ടുകളഞ്ഞ് സ്വന്തമായിട്ട് ദൈവമാകാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ടോ, ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ പ്രലോഭനം തന്നെ, നിങ്ങൾ ഈ പഴം തിന്നാൽ നിങ്ങൾക്ക് ദൈവത്തെപ്പോലെ ആകാൻ പറ്റും, പിന്നീട് നിങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാത്താൻ കടന്നു വരുന്നത്. പണ്ടവനുണ്ടായിരുന്ന ആഗ്രഹവും വിട്ടുകളഞ്ഞിട്ടില്ല. ആ വിഷം അവൻ ആദ്യത്തെ മനുഷ്യരിലും കുത്തിവെക്കുകയാണ്. അവൻ ആദ്യത്തെ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ടെക്നിക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഈ ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ല, പകരം നിങ്ങൾ തന്നെ ദൈവമായിട്ട് മാറും, അതുകൊണ്ട് ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ് ഈ പഴം കഴിച്ചാൽ മതി. അവൻ ആ വിഷം കുത്തിവെച്ച് കൊടുത്തു. പാവപ്പെട്ട ആദവും ഹവ്വയും അത് ഏറ്റെടുത്തു. വിഷം അവരിൽ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവാരാധന നിർത്തിവെച്ചുകൊണ്ട് സ്വയം ദൈവമാകാൻ അവരും ശ്രമിച്ചു. പറുദീസ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, മഹത്വം നഷ്ടപ്പെട്ടു. എവിടെയെല്ലാം ദൈവാരാധന നിർത്തിവെക്കുന്നുണ്ടോ അവിടെ തകർച്ച ആരംഭിക്കുകയാണ്. എവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അവസാനിക്കുന്നോ പാപവും സാത്താനും കടന്നു വരുന്നു, പറുദീസ അനുഭവം നഷ്ടമാകുന്നു. ദൈവം നമുക്ക് തരാൻ വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യവും സാത്താൻ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ ദൈവം നമുക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? അതൊരു സീക്രട്ടാണ്, അതൊരു മിസ്റ്ററിയാണ്, അതൊരു രഹസ്യമാണ്. അടുത്ത വർഷം എനിക്ക് എന്താ കിട്ടാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതുണ്ട്. ദൈവം പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സ് മനസ്സിലാക്കിയിട്ടില്ല. അതൊരു രഹസ്യമാണ്, അപ്പൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യമാണ്. ഇത് തട്ടിക്കളയാനാണ് സാത്താൻ നോക്കുന്നത്. ഇത് നമുക്ക് കിട്ടാൻ പാടില്ല. അതിനവൻ ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് ദൈവത്തെ ആരാധിക്കുന്ന പരിപാടി നീ നിർത്തുക, എന്നിട്ട് തോന്നിവാസം ജീവിക്കുക, സമയം മെനക്കെടുത്തരുത്, ദൈവത്തിന് സമയം കൊടുക്കരുത്, ദൈവത്തെ നീ ബഹുമാനിക്കരുത്, നീ പോവുക. നീ മനുഷ്യനാണ്, ദൈവത്തിൻ്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, യൂറോപ്പിൽ ദൈവത്തെ തട്ടിക്കളഞ്ഞു, ദൈവത്തെ പുറത്താക്കി, പള്ളികൾ അടച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലും അത് തന്നെ സ്ഥിതി. ലോകം മുഴുവനും ദൈവം വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. മനുഷ്യൻ മൃഗത്തെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ഇനി നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇനി എന്തെല്ലാം നമ്മൾ കാണാൻ കിടക്കുന്നു. അതെ, ദൈവാരാധന മുടക്കിയോടുകൂടി മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുകയാണ്. വീണ്ടും നമുക്ക് ആബേലിനെയും കായേനെയും കാണാം. അടുത്ത തലമുറയിലെ മനുഷ്യരാണ്. പ്രിയപ്പെട്ടവരെ, ഇവർ രണ്ടുപേരും ആരാധിക്കാനായിട്ട് പോകുമ്പോൾ ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കണം. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തു, മക്കളെ, ദൈവം പരിശുദ്ധനാണ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പാപബോധവും പശ്ചാത്താപവും വേണം, ഒരു എളിമയുള്ള ഹൃദയത്തോടെ വേണം പോകാൻ, അതുകൊണ്ട് അഹങ്കാരത്തോടെ കയറി പോകരുത് കേട്ടോ. ഇത് കുഞ്ഞുനാളിലൂടെ പഠിപ്പിച്ചു കൊടുത്തതാ. പക്ഷേ ആബേൽ അത് കൃത്യമായിട്ട് പിടികിട്ടി. ആബേൽ അതുകൊണ്ട് ബലിയർപ്പിക്കാൻ പോയപ്പോൾ ഒരു കുഞ്ഞാട്ടിൻ കുട്ടിയെ എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് ഈ കുഞ്ഞാടിനെ കാണണമേ. കാലത്തിൻ്റെ പൂർണ്ണതയിൽ കാൽവരിക്കുന്നിൽ അങ്ങയുടെ പുത്രൻ കുഞ്ഞാടായിട്ട് മരിക്കുമെന്ന് അപ്പനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ യോഗ്യതയിലല്ല, കാലത്തിൻ്റെ പൂർണ്ണതയിൽ കാൽവരിയിൽ പിടഞ്ഞു മരിക്കുന്ന ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞാടുമായിട്ട് ഞാൻ കടന്നു വരുന്നു. ഈ കുഞ്ഞാടിൻ്റെ ബലിയുടെ യോഗ്യതയിൽ എൻ്റെ പാപം പൊറുക്കുകയും ഈ ആരാധന സ്വീകരിക്കുകയും ചെയ്യണമേ. പറഞ്ഞു തീർന്നില്ല, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും ബലിപീഠവും ദഹിപ്പിച്ചു കളഞ്ഞു. സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി ദൈവം സംപ്രീതനാണെന്നുള്ള അടയാളം കിട്ടി. ആബേലിൻ്റെ ബലിയെ ദൈവം സ്വീകരിച്ചു. തൊട്ടടുത്ത് കായേൻ ബലിയർപ്പിക്കുകയാണ്. കായേൻ ബലിയർപ്പിക്കുന്നത് പച്ചക്കറികളെല്ലാം കൂടെ കൊണ്ടുവന്ന് കൂട്ടി അങ്ങോട്ടിടുകയാണ്. എന്നിട്ട് അവൻ ഹൃദയത്തിൽ ഇപ്രകാരം പറഞ്ഞു കാണും, ദൈവമേ, എൻ്റെ ബലി സ്വീകരിക്കണമേ. ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് വളർത്തിയതാണ്, ഒരുപാട് വളമിട്ടതാണ്, ചാണകമൊക്കെ ഇടാനായിട്ട് കുറേ ബുദ്ധിമുട്ടി, ഒരുപാട് കഷ്ടപ്പെട്ടു, പ്രാണികളൊക്കെ വന്നപ്പോൾ ഓടിച്ചു കളഞ്ഞു, പിന്നീട് ചീത്ത ഇലകളൊക്കെ പറിച്ചു കളഞ്ഞു. അങ്ങനെ ഞാൻ ഒരുപാട് മണിക്കൂർ കഷ്ടപ്പെട്ടതാണ്. ഇതെൻ്റെ വിയർപ്പിൻ്റെ അധ്വാനമാണ് കേട്ടോ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. എൻ്റെ വിയർപ്പിൻ്റെ അധ്വാനം സ്വീകരിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. കായേൻ്റെ ബലിയിൽ അഗ്നി ഇറങ്ങിയില്ല.
ദൈവം അത് സ്വീകരിച്ചില്ല. തന്നെത്താനെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് എൻ്റെ കഷ്ടപ്പാട് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് ബലിയർപ്പിച്ച കായേൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായില്ല. കായേന് എന്നും ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല, എനിക്കൊരു കുഞ്ഞാടിൻ്റെ ആവശ്യമില്ല, എനിക്കൊരു രക്ഷകൻ്റെ ആവശ്യമില്ല, എന്നെ രക്ഷിക്കാൻ ഞാൻ കുഴിയിലൊന്നുമല്ല കിടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കുഞ്ഞാടുമാട്ട് പോകേണ്ട കാര്യമില്ല. എന്നാൽ ആബേൽ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഞാൻ പാപിയാണ്, എനിക്ക് കുഞ്ഞാടിനെ വേണം, എന്നെ രക്ഷിക്കാൻ രക്ഷകൻ വേണം, അതിൻ്റെ ഓർമ്മയിലേ ഞാൻ ബലി അർപ്പിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് രണ്ട് തരം മനുഷ്യരുണ്ട്. ഒന്ന്, എനിക്ക് രക്ഷകൻ്റെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ ആവശ്യമില്ല, ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല, ഞാൻ നന്നായിട്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സ്വർഗത്ത് പോകും. പോകത്തില്ല മക്കളെ. വേറൊരു ഗ്രൂപ്പുണ്ട്, കർത്താവേ ഞാൻ പാപിയാണ്, എനിക്ക് രക്ഷകനെ വേണം, സ്വന്തമായിട്ട് രക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് ദൈവത്തെ വേണം. നിങ്ങൾ രക്ഷപ്പെടും മക്കളെ. ഈ രണ്ട് ഗ്രൂപ്പ് ആൾക്കാരാണ് അന്നും ഇന്നും ഉള്ളത്. ഒന്ന് ആബേലിൻ്റെ ഗ്രൂപ്പാണ്, രണ്ടാമത്തത് കായേൻ്റെ ഗ്രൂപ്പാണ്. ബലി സ്വീകരിക്കാതിരുന്ന കായേൻ വിഷമിച്ച് നിൽക്കുമ്പോൾ ദൈവം ഒരു കാര്യം അവനോട് പറയുന്നുണ്ട്, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഓ ഒന്നുമില്ല, അങ്ങേക്ക് ആബേലിനെയല്ലേ ഇഷ്ടം, എന്നോട് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു, അല്ല, എനിക്കങ്ങനെ പ്രത്യേകതയൊന്നുമില്ല, നല്ലത് ചെയ്താൽ നീയും സ്വീകാര്യനാകുകയില്ലേ? പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. യു ഷുഡ് ബി വിക്ടോറിയസ്, നീ വിജയാളിയായി തീരണം. പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നീ വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പിലും, നിന്റെ ഓരോ ചുവടുവയ്പ്പിലും, നീ എവിടെ തിരിയുമ്പോഴും നിന്നെ കുഴിയിലിടാൻ പാപം പതിയിരിപ്പുണ്ട് മോനെ. അത് നിന്റെ ഓരോ സ്റ്റെപ്പിൻ്റെ ചുവട്ടിലും ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് നിന്റെ ചുവടുകൾ വയ്ക്കുന്നത് നീ സൂക്ഷിച്ചു വേണം. കായേൻ ആ ഉപദേശം അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം കായേൻ വിചാരിച്ചിരുന്നത് താനത്ര കുഴപ്പക്കാരനൊന്നും അല്ലെന്ന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കായേൻ തകർന്ന് തരിപ്പണമായി തീരുകയാണ്. കായേന് സകലതും നഷ്ടപ്പെടുകയാണ്. കായേന് ദൈവത്തെ നഷ്ടപ്പെടുകയാണ്. കായേൻ്റെ സ്തോത്രഗീതം ഇണങ്ങുന്നതായിരുന്നില്ല. കായേൻ ബലി അർപ്പിച്ചെങ്കിലും, ആരാധന നടത്തിയെങ്കിലും ആ ആരാധന ദൈവം സ്വീകരിച്ചില്ല. എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ഒരാളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോത്ത്. ദൈവം പറയാത്ത കാര്യമാണത്. ദൈവം അബ്രഹാമിനെയാണ് വിളിച്ചത്. എങ്കിലും ദൈവം നല്ലവനായതുകൊണ്ട് ലോത്തും കൂടെ ഇറങ്ങിയപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഓക്കെ 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 ഓക്കെ, നിനക്ക് അവനെ കൂടെ കൂട്ടനെ കൂട്ടിക്കോ കേട്ടോ, കുഴപ്പമില്ല. ദൈവം നല്ലവനാണ്. ദൈവം കണ്ണടച്ചു കളഞ്ഞു. നിങ്ങൾ ഇന്ന് വചനം കേട്ടതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം വായിക്കാൻ തുടങ്ങണം. പ്രത്യേകിച്ച് 12-ാം അധ്യായം തൊട്ടൊന്ന് വായിക്കാൻ തുടങ്ങണം. നിങ്ങൾക്ക് ശ്രദ്ധയോടെ വായിച്ചാൽ കാണാം, ഈ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ അത്ഭുതമാണ്. ഏത് ദേശത്ത് ചെന്നാലും, മുന്നോട്ട് നടക്കുമ്പോൾ ഏത് വില്ലേജിൽ പോയാലും, ഏത് ഗ്രാമത്തിൽ പോയാലും ആദ്യം ചെയ്യുന്നത് അവിടെ ബലിപീഠമുണ്ടാക്കി ഒരു കല്ലെടുത്ത് നാട്ടിവെച്ച് അതിൽ എണ്ണയൊഴിച്ച് വിളക്ക് കത്തിച്ച് ദൈവത്തെ അവൻ ആരാധിച്ചിരുന്നു. ആരാധനയുടെ മനുഷ്യനായിരുന്നു അബ്രഹാം. എവിടെ ചെന്നാലും ബലിപീഠം നാട്ടുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആ നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു, അബ്രഹാം നടന്നു വന്ന വഴി അറിയണോ? ഒറ്റ വഴിയേ ഉള്ളൂ. നടന്നു പോകുമ്പോൾ എവിടെയെല്ലാം കല്ല് കുത്തി വച്ചിട്ടുണ്ടോ അവിടെ എല്ലാം അബ്രഹാം ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെയാണ് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ വന്നിരിക്കുന്നത്. അബ്രഹാം നടന്നു പോകുന്ന വഴി കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എവിടെയെല്ലാം കല്ല് നാട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാം അബ്രഹാം ദൈവത്തെ ആരാധിച്ചവനാ. പ്രിയപ്പെട്ടവരെ, അത് ഒരുപാട് അധ്യായത്തിൽ കാണാം. അബ്രഹാം കല്ല് നാട്ടി ദൈവത്തെ ആരാധിച്ചു, അബ്രഹാം കല്ലെടുത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, ദൈവത്തെ ആരാധിച്ചു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിയ ഒരു മനുഷ്യനുണ്ടല്ലോ, ലോത്ത്. അവൻ കല്ല് നാട്ടി വെച്ച് ദൈവത്തെ ആരാധിച്ചുവെന്ന് ഒരൊറ്റ വചനം പോലും ഇല്ല, ഒരു സ്ഥലത്തും കാണുന്നില്ല. ലോത്ത് ദൈവത്തെ ആരാധിച്ചു, ലോത്ത് കല്ല് നാട്ടി വെച്ച് ദൈവത്തെ ആരാധിച്ചു. എനിക്കുറപ്പാണ്, അബ്രഹാം ആരാധിക്കുന്ന സമയത്ത് ഈ ലോത്ത് നല്ല ഉറക്കമായിരുന്നു, നല്ല പൂര കിടന്നുറങ്ങുക. ഇതൊന്നും പുള്ളിക്ക് ബാധകമേ അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ലോത്തിൻ്റെ സ്വാർത്ഥത പുറത്തു വരികയാണ്. ആടുമാടുകൾ ഒരുപാട് പെരുകിയപ്പോൾ നമുക്കിനി ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല, നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് ഈ ദൈവത്തിൻ്റെ മനുഷ്യൻ ലോത്തിനോട് പറയുന്ന സമയത്ത് ലോത്ത് ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? നിനക്ക് ഏത് സ്ഥലം വേണം എന്ന് അബ്രഹാം ചോദിക്കുന്ന സമയത്ത് ഈ ആരാധിക്കാതെ കിടന്നുറങ്ങിയ ലോത്ത് പറയാണ്, പച്ചപ്പും വെള്ളത്തിൻ്റെ ഉറവകളുമുള്ള സ്ഥലം എനിക്ക് കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഇതിലൊരു അപകടം പതിയിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ, അബ്രഹാമും അബ്രഹാമിൻ്റെ ആടുകളും പട്ടിണി കിടന്ന് ചത്താൽ എനിക്കെന്താണ്? എനിക്കുള്ളത് ഇത് മുഴുവൻ, പച്ചപ്പ് മുഴുവൻ എനിക്ക് വേണം. ആ പച്ചപ്പ് മുഴുവനുമുള്ള സ്ഥലം അബ്രഹാമിനെ പറ്റി ചിന്തയില്ലാതെ ലോത്ത് കരസ്ഥമാക്കി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ലോത്തിനത് കിട്ടി. ലോത്ത് അത് മേടിച്ചുകൊണ്ട് പോയി. ലോത്ത് ചെന്ന് നിൽക്കുന്ന സ്ഥലം സോദോം ഗോമോറ എന്ന് പറയുന്ന സ്ഥലമാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ചെന്ന് ഈ മനുഷ്യൻ വീട് കെട്ടുകയാണ്. വീടൊക്കെ കെട്ടിപ്പൊക്കി മക്കളെയൊക്കെ വളർത്തി വലുതാക്കി. കാരണം ഇഷ്ടംപോലെ പച്ച പുൽപ്പുറങ്ങളും കാളയും ആടും ഒക്കെ കിട്ടിയതാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം കണ്ടോ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വവർഗഭോഗമെന്ന പാപത്തിനെതിരെ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്, ന്യായവിധി കടന്നു വരുമ്പോൾ ആ ദേശം മുഴുവൻ അഗ്നി ഇറങ്ങി ദൈവം നശിപ്പിക്കുന്നു, ഗന്ധകം ഇറങ്ങുന്നു. ലോത്തിന് മുഴുവൻ നഷ്ടപ്പെടുകയാണ്. ഭാര്യയും മക്കളെയും മാത്രം തിരിച്ചു കിട്ടി. സമ്പാദിച്ചത് മുഴുവൻ, ആടുമാടുകളും വീടും ചട്ടിയും കലവും പാത്രമടക്കം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുകയാണ്. ലോത്ത് പിന്നീട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി തീർന്നെങ്കിലും ലോത്തിൻ്റെ ആരാധനയെ ഒരു യഥാർത്ഥ ആരാധനയായിട്ട് ദൈവം സ്വീകരിച്ചില്ല. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലോക ചരിത്രത്തിൽ ദൈവത്തെ ഏറ്റവും നന്നായിട്ട് ആരാധിച്ച വ്യക്തി ദാവീദാണ്. അതിന് മാറ്റമില്ല. ദാവീദ് ആരാധനാ വീരനാണ്. സങ്കീർത്തനങ്ങൾ മുഴുവൻ ആരാധനയാണ്, സ്തുതിയാണ്, സ്തോത്രമാണ്. ഊണിലും ഉറക്കത്തിലും ദൈവത്തെ ആരാധിച്ചവനാണ്. രാത്രി ഉറക്കം വിട്ട് എഴുന്നേറ്റ് വന്ന് ജനൽ തുറന്നിട്ട് ദേവാലയത്തിലേക്ക് നോക്കി ദൈവത്തെ ആരാധിച്ചവനാണ്. അത്രയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ആരാധിച്ച മനുഷ്യനാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പാപം കടന്നു വന്നു, വ്യഭിചാരവും കൊലപാതകവും കടന്നു വന്നു. അന്ന് ദാവീദ് ഒരു വേല കാണിച്ചു. ആളുകളെ വഞ്ചിക്കുന്നതിനും ആളുകളെ കബളിപ്പിക്കുന്നതിനും വേണ്ടി, തൻ്റെ കൊട്ടാരത്തിലുള്ളവരെയും ജനങ്ങളെയും കബളിപ്പിക്കുന്നതിനു വേണ്ടി അന്ന് ദാവീദ് ഏറ്റവും നന്നായിട്ട് ആരാധിച്ചു. ചാക്കുടുത്ത് ശരീരം മുഴുവൻ ചാരം വാരിപ്പൂശി പച്ചവെള്ളം പോലും കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ദാവീദ് ദൈവത്തെ ആരാധിച്ചു. പക്ഷേ അന്നത്തെ ആരാധനയും സ്തുതിയും ദൈവം സ്വീകരിച്ചില്ല. എന്നിട്ട് ദാവീദ് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ബത്ശേബയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന എൻ്റെ കുഞ്ഞ് ജീവിക്കണം, കുഞ്ഞ് മരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. പക്ഷേ ചാക്കുടുത്തിട്ടും രക്ഷയില്ല, ചാരം പൂശിയിട്ടും രക്ഷയില്ല, വെള്ളം കുടിക്കാതിരുന്നിട്ടും രക്ഷയില്ല, ഉപവാസം എടുത്തിട്ടും രക്ഷയില്ല. അന്ന് ദൈവം ദാവീദിനെ നോക്കി പറഞ്ഞു, ഇത്രയും ദിവസം നിന്റെ സ്തോത്രവും സ്തുതി ആരാധന എനിക്ക് സ്വീകാര്യമായിരുന്നു. എന്നാൽ ദാവീദേ, ഇന്ന് നീ ചാക്കാണ് ഉടുത്തിരിക്കുന്നത്, രാജകീയ വസ്ത്രങ്ങളില്ല, ചാരം പൂശിയിരിക്കുന്നു, നീ 3 ദിവസമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. പക്ഷേ നിന്റെ സ്തുതിയും സ്തോത്രവും എനിക്ക് അറപ്പാണ്, നിന്റെ ആരാധന എനിക്ക് അറപ്പാണ്, മ്ലേച്ഛതയാണ്. നീ എത്ര കൈയടിച്ചാലും തുള്ളിച്ചാടിയാലും നീ ഇവിടെ തലകുത്തി പറഞ്ഞാലും ഇന്ന് നിന്റെ ആരാധന എനിക്ക് സ്വീകാര്യമല്ല. കാര്യം പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല. നിന്നിൽ അനുദപിക്കാതെ പാപം കുടികൊള്ളുമ്പോൾ, ഏറ്റുപറയാത്ത പാപവുമായിട്ട് നീ ആരാധിക്കുമ്പോൾ ഇന്ന് നിന്റെ ആരാധന സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. ദൈവം ആ സ്തുതി സ്വീകരിച്ചില്ല. ആ കുഞ്ഞ് മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നാഥാൻ്റെ പ്രവചനപ്രകാരം ദാവീദ് അനുദപിക്കുകയും തെറ്റ് തിരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദാവീദ് പിന്നെയും ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം ആ ആരാധന സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൽ പാപം കുടികൊള്ളുമ്പോൾ നമ്മൾ എത്ര ഉയർത്തി കൈയടിച്ചാലും, എത്രമാത്രം തുള്ളിച്ചാടിയാലും, എത്ര ഉപവാസം എടുത്താലും നമ്മുടെ ആരാധന ദൈവത്തിന് സ്വീകാര്യമല്ല. സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല. അതുകൊണ്ട് അനുതപിക്കുന്ന ഹൃദയത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം അത് സ്വീകരിക്കും. തൃക്കരം നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കും. ആണിപ്പാടുള്ളവൻ്റെ കരം നിങ്ങളുടെ കുടുംബത്തിൽ വരും. അതൊരു അഭിഷേകമായി മാറും, അതൊരു അനുഗ്രഹമായി മാറും. ഈശോയെ, ഇന്ന് വചനം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കി പാപത്തോടുകൂടി ആരാധിക്കാൻ വരാതെ പാപങ്ങൾ ഉപേക്ഷിച്ചു ഇണങ്ങി ആരാധിക്കാനുള്ള കൃപ തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.